ഹായ്, ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതായിട്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ട് പൂരി ഉണ്ടാക്കുകയെന്ന് നോക്കാം. റേഷൻ കടയത്തെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിക്കണം കേട്ടോ. ഇത് 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. അതിനാവശ്യമായിട്ട് ഉപ്പാണ് അതിൽ ചേർത്തത് കേട്ടോ. ഇത് പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമായ വെള്ളമായിട്ട് കുറച്ച് അയവായിട്ട് ഇത് കുഴച്ചെടുക്കാം. നിങ്ങളൊക്കെ ഇങ്ങനെ ലൂസായിട്ട് കുഴയ്ക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് അഴവായിട്ടാണ് കുഴയ്ക്കൽ. നന്നായിട്ട് കുഴച്ച് നല്ല സെറ്റായിട്ട് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് നേരം അത് മാറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് ഇത് പരത്താനായിട്ട് പോവുള്ളൂ. ഇത് എത്ര നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ അത് വിചാരിച്ചിട്ട് കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല. ഒരു അരമണിക്കൂർ, അതിൽ കൂടുതൽ ആവശ്യമില്ല കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഇത് ചെറിയ ചെറിയ ഉണ്ടകളാക്കാം കേട്ടോ. ഞാനെപ്പോഴും പൂരി പരത്തുമ്പോൾ കുറച്ച് കനത്തിലായിട്ടാണ് പരത്തത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല നൈസ് കനം കൊണ്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കനം കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു ബലം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ലഭിക്കും കേട്ടോ. മാവ് പരത്തി കഴിഞ്ഞത് കുറേ നേരം അങ്ങനെ വെക്കാൻ പാടില്ല കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇരട്ടിപ്പണിയാവും. ഒന്നാമത് കുറച്ച് നേരം റെസ്റ്റും കൂടിയും കഴിയുമ്പോൾ അത് ഒന്നും കൂടിയും സോഫ്റ്റ് ആവും മാവ്. അപ്പോൾ അത് പിന്നെ പരത്തിയിട്ട് കുറേ നേരം വെക്കുമ്പോൾ പിന്നെ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇത് ചുട്ടെടുക്കണം. ഇത് ഉണ്ടാക്കിയ പാടന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇത് കുറേ കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നോക്കിയേ പൂരി, ഇത് എത്ര നേരം ഇരുന്നാലും ഈ സോഫ്റ്റ് മാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.